ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ലക്ഷദ്വീപിനോട് അഗാധമായൊരു പ്രണയം എൻ്റെ മനസ്സിലുണ്ട്. അതെപ്പോഴുമുണ്ട്. അതിപ്പോൾ ഇസ്മത്ത് ഹുസൈൻ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് തുറന്നു പറയാനുള്ളൊരു ശക്തിയുണ്ട്. എല്ലാ ദ്വീപുകളെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. എത്ര തവണ പോയാലും എനിക്ക് മതിയാവില്ല. എത്ര തവണ കണ്ടാലും എനിക്ക് മതിയാവില്ല. അവരോട് സല്ലപിക്കാനും എനിക്കിഷ്ടമാണ്. ഇതൊക്കെയാണ് ലക്ഷദ്വീപ് എന്ന് കേൾക്കുമ്പോൾ. ഇന്ത്യ എത്രയോ വലിയ രാജ്യമാണ്. 27-28 സംസ്ഥാനങ്ങളുണ്ട്. നോർത്ത് ഈസ്റ്റ് സുന്ദരമാണ്. മേഘാലയ, അരുണാചൽ, ആസാം എല്ലാം ഭംഗിയായിട്ടുള്ള. അവിടെയൊന്നും നമ്മളൊക്കെ പോയിട്ടില്ല. എത്രയോ നല്ല നല്ല സ്ഥലങ്ങളാണ് അവിടെ, സംശയമില്ല. ഞാനവിടെ പോയിട്ടുണ്ട്, കുറേ തവണ പോയിട്ടുണ്ട്. എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ഭൂപടത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നത് എത്രയോ നല്ല സ്ഥലമാണ്. അതേമാതിരി തന്നെ ആൻഡമാൻ നിക്കോബർ ഒരു ദ്വീപ് സമൂഹങ്ങളാണ്. അവിടെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ലക്ഷദ്വീപിൽ പോയിരുന്നത് ഇപ്പോൾ ഇസ്മത്ത് ഹുസൈൻ ലക്ഷദ്വീപിലെ കാര്യങ്ങളും ആചാരങ്ങളും എല്ലാം വളരെ കൃത്യമായി പറഞ്ഞു. എന്താണ് അവിടുത്തെ ജനജീവിതം എന്താ എന്നുള്ളതൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. നമുക്കൊരു ഒരു ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പോൾ എങ്ങനെ വെച്ചാൽ ടൂറ് സംഘടിപ്പിക്കുമ്പോൾ വിയറ്റ്നാം, സിംഗപ്പൂർ, മലേഷ്യ എന്ന് കാണുമ്പോൾ പിന്നെ കാണുന്ന ലക്ഷദ്വീപാണ്. അപ്പോൾ ആൾക്കാർ ലക്ഷദ്വീപിലേക്ക് ധാരാളം പോകാൻ തുടങ്ങി. അവർ കാണാതെ തന്നെ അവരുടെ മനസ്സിൽ ഈ ലക്ഷദ്വീപിനുള്ള പ്രണയം മുട്ടിട്ട് തുടങ്ങി. ഇപ്പോൾ ധാരാളം നമുക്ക് ടിക്കറ്റ് കിട്ടില്ല ലക്ഷദ്വീപിലേക്ക്. ആ നിലയ്ക്കാണ് ഒരു പ്ലെയിൻ 2 പ്ലെയിനോ മറ്റോ പോകുന്നുണ്ട്. എയർ ഇന്ത്യയുടെയും ഇൻഡിഗോയുടെയും. അത് വിട്ട് 5 കപ്പലുകളുണ്ട്. അത് ചില പ്രതികൂല കാലാവസ്ഥയിൽ 1-2 മാറും. പക്ഷെ അതൊക്കെ ദ്വീപുകാർക്ക് ഈ അവരുടെ വൻകര എന്ന് പറയുന്നത് കേരളമാണ്. അവരുടെ വൻകര എന്ന് പറഞ്ഞാൽ കേരളമാണ്. അപ്പോൾ അവർക്ക് എന്താവശ്യത്തിനും കേരളത്തിലേക്ക് വരണം. കൊച്ചി, കോഴിക്കോട്, മംഗലാപുരം. അപ്പോൾ കൊച്ചി അഡ്മിനിസ്ട്രേഷൻ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഒരു ഓഫീസുണ്ട്. ബേപ്പൂരുണ്ട്, കൊച്ചിയിലുണ്ട്. അവിടുത്തെ നിത്യോപക സാധനങ്ങളെല്ലാം ഇവിടുന്നാണ് പോകുന്നത്. അവിടെ അരി ആയാലും വേണ്ടില്ല, സബോള, പൊട്ടാറ്റോ, മണ്ണെണ്ണ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൻ്റെ കീഴിൽ കേന്ദ്ര ഗവൺമെൻറ് നേരിട്ടുള്ള ഭരണപ്രദേശമായതുകൊണ്ട് അവിടെ ഒരു പക്ഷേ ഇവിടത്തെക്കാട്ടും വില കുറവാണ് അല്ലേ? കേരളത്തിനെക്കാട്ടും ഓൾമോസ്റ്റ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് കുറച്ചുകൂടിയൊക്കെ സബ്സിഡിയിൽ കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ കേരളത്തോട് അഭേദ്യമായ ഒരു ബന്ധമുള്ള ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഞാനത് ഇത്രയും പറയാൻ കാരണം എന്താണ് ലക്ഷദ്വീപിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം തുറന്നു പറഞ്ഞു. ഞാനിതിൻ്റെ ഒരു കാൽപ്പനിക ഭാവത്തിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ഈ പോകുന്നവർ നമ്മൾ സന്ദർശിക്കാൻ വരുമ്പോൾ 1-2 ദ്വീപുകളെ അത്രയും കാണാൻ കഴിയും. ചില റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് ഇറങ്ങി കാണാൻ കഴിയില്ല. രാത്രി വീണ്ടും ഇവിടെ തന്നെ കപ്പലിൽ തന്നെ വേണം. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അത്രയ്ക്കും ഒരു ഇഷ്ടമുള്ള 5 സ്റ്റാർ ഹോട്ടലുകളോ അതൊന്നും അവിടെ ഇല്ല അല്ലേ? താമസിക്കാൻ പറ്റിയ അത്യാവശ്യത്തിന്. അപ്പോൾ നമ്മൾ ഈ തായ്ലാൻഡിലും വിയറ്റ്നാമിലൊക്കെ പോണ മാതിരി അവിടെ സുഖിക്കാൻ അടിച്ചുപൊളിയൊരു ജീവിതം അവിടെ പറ്റില്ല. അലൗഡല്ല. മദ്യപാനം ഇല്ല, ഒട്ടുമില്ല, അവിടെ അനുവദിക്കില്ല. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ കാണുക സൗന്ദര്യം, ദ്വീപിൻ്റെ സൗന്ദര്യം കണ്ടുവരിക എത്ര മാത്രമേ നമ്മൾ ഈ പോകുന്ന ആൾക്കാർക്ക് കഴിയുള്ളൂ. പക്ഷെ ഞാൻ അതിനൊരു എക്സെപ്ഷനായിട്ട് ഇപ്പോൾ 36 ദ്വീപുകളാണ് ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. ഈ 36 ദ്വീപുകളിൽ ജനവാസമുള്ളത് വെറും 10 ദ്വീപുകൾ മാത്രമേ ഉള്ളൂ. വെറും 10 ദ്വീപുകൾ. ബാക്കിയൊക്കെ അവിടെ അങ്ങനെ കിടക്കുകയാണ്. കുറേ അകലെ കടലിൻ്റെ ഇടയിൽ ഒരു മണിയായിട്ട് കിടക്കുന്നുണ്ട്. ഈ ദ്വീപുകളിൽ ഒരുവിധം എല്ലാ ദ്വീപുകളും മേബി 8-10 ദ്വീപുകളിൽ ഞാൻ സന്ദർശിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതെൻ്റെ ഒരു ഭാഗ്യം. അത് ഒരു മന്ത്രിയുടെ കൂടെ പോയ കാരണം ഹെലികോപ്റ്ററിൽ കയറുക, ഇറങ്ങുക, 15 മിനിറ്റ് അവരോട് സംസാരിക്കുക, മറ്റേ ദ്വീപിലേക്ക് പോവുക. ഇതൊക്കെ ഹെലികോപ്റ്ററിലാണ്. മറ്റ് സാധാരണ ഒരാൾ പോകണമെങ്കിൽ വേറെ ദ്വീപിലേക്ക് ചെറിയ ബോട്ടിലാണ് പിന്നെ പോവുക. അതിനൊക്കെ സമയം പിടിക്കും. പക്ഷെ ഒരു ആകാശക്കാഴ്ച നിങ്ങൾക്ക് ആർക്കും കാണാൻ ബുദ്ധിമുട്ടാണ്. അത് ഇവിടുന്ന് പോകുമ്പോൾ വിമാനം പോകുമ്പോൾ അഗത്തി അവിടെ മാത്രമേ ഉള്ളൂ വിമാനത്താവളം. പ്ലെയിൻ ഇറങ്ങാൻ പറ്റുന്നത് അഗത്തിയിൽ മാത്രമേ ഉള്ളൂ.
അവിടെ മാത്രമേ ഇറങ്ങാൻ കഴിയുള്ളൂ. പിന്നെ ഹെലികോപ്റ്ററാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉള്ളത്. അപ്പം ഞാൻ അന്ന് പോയപ്പോൾ ഇതേമാതിരി മന്ത്രിയുടെ കൂടെ പോയപ്പോൾ ഓരോ ദ്വീപിൽ ഇറങ്ങി. അപ്പോൾ നിങ്ങളൊരു ദ്വീപിൽ നിന്ന് ആ ഹെലികോപ്റ്ററിൽ കയറി ആകാശത്തിലേക്ക് ഉയരുമ്പോൾ ഒന്ന് ചുറ്റുപാട് കണ്ണോടിച്ചാൽ ലോകത്തിലൊരു സ്വർഗം ഭൂമിയിലെ ലോകത്തിൽ തന്നെ ഉണ്ടെങ്കിൽ അവിടെയാണ് മനസ്സിലാക്കാം. എന്തൊരു രസമായിട്ടുള്ള അവിടെ വെള്ളത്തിന് നീല നിറത്തിലുള്ള വെള്ളം, അവൻ്റെ കരയൊക്കെ എന്നൊക്കെ പറയുന്ന പവിഴ കുറ്റികൾ, മണൽ, എന്തൊരു രസം എന്നറിയോ. ഇത് കണ്ട് ഓരോ ദ്വീപിൽ ഇറങ്ങി ഞാനൊരു 10 ദ്വീപുകളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്മത്ത് ഹുസൈൻ പറഞ്ഞ് അവസാനിപ്പിച്ച വരിയിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. പോയവരെ അതിനെക്കുറിച്ചിട്ടുള്ള വിശേഷണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ആ കടമ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ലക്ഷദ്വീപ് ഏറ്റവും സുന്ദരമായൊരു സ്ഥലമാണ്, ഇത് കാണേണ്ടതാണ്. എത്ര കണ്ടാലും നമ്മുടെ ആ നിർവൃതി വേറെ ഏത് സ്ഥലങ്ങളിലും, ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും കൊണാർക്കൊക്കെ കാണുന്നുണ്ട്, കാശ്മീരിൽ പോകുന്നുണ്ട്, അതൊക്കെ വേറെ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രകൃതി സൗന്ദര്യം എന്ന് പറയുന്നത് അവിടെ തിരമാലകളില്ല, വളരെ ശാന്തമായി കിടക്കുന്ന കടൽ, അതിലാണ് നമ്മൾ ഇരിക്കുന്നത്. പിന്നെ ഈ ബോട്ടിൽ നമുക്ക് താഴെ ഇറങ്ങിയാൽ നമ്മളെ കൊണ്ട് കാണിക്കും പവിഴപ്പുറ്റുകൾ. അതിലൂടെ നമുക്ക് ഓക്സിജനൊക്കെ വെച്ച് നമുക്ക് മത്സ്യങ്ങൾ നമ്മുടെ ശരീരത്തിലൊക്കെ ഇങ്ങനെ തട്ടുന്നതെല്ലാം നിറമുള്ള മത്സ്യങ്ങൾ നമ്മൾ പവിഴപ്പുറ്റുകൾ നമുക്കിങ്ങനെ പിടിക്കാൻ പാടെ. അപ്പോൾ ഈ മത്സ്യങ്ങൾ നമ്മുടെ മുഖത്തൊക്കെ വന്ന് തട്ടും. എന്തൊരു സുന്ദരമായ കാഴ്ചയാണെന്ന് പറയും. അവിടെ എന്ന് പറഞ്ഞാൽ ഈ വെള്ളവും കരയും ഒരുമിച്ചാണ് കിടക്കുന്ന മണലത്തിൽ. അപ്പോൾ മണലെന്ന് തൊടുന്ന ആ വെള്ളം തന്നെ എത്ര ശുദ്ധമാണ് നമുക്ക് കുടിക്കാൻ തോന്നും, അത്ര ശുദ്ധമായ ജലം. പോട്ടെ, അതിനെപ്പറ്റി ഒരു പ്രകൃതി വർണ്ണനയല്ല ആവശ്യം. അപ്പോൾ അത്ര നല്ല ഒരു ദ്വീപ് സമൂഹമാണ്. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടകാലത്തിന് അവിടെ പണ്ട് എങ്ങനെയാ വെച്ചാൽ അവിടുത്തെ ജനങ്ങൾ വളരെ, ഞാൻ അവിടുത്തെ ഒരു 2-3 ദിവസം താമസിച്ചിട്ടുണ്ട്. നമ്മളവരായിട്ട് സംസാരിക്കുമ്പോഴും അവർക്കൊക്കെ എന്തൊരു ഭയഭക്തി സ്നേഹമാണ് നമ്മളോടൊക്കെ. നമ്മൾ കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് വരുന്ന ആൾക്കാരോട് എന്തൊരു സ്നേഹമാണെന്ന് അറിയും. ഈ സ്നേഹം നമ്മളെവിടെയും കാണില്ല. അത്ര ഒരു സംഗതി നമ്മൾ എല്ലാവരൊക്കെ ഒന്ന് നോക്കും, ഒന്നിൽ സംസാരിക്കില്ല, ഒരു സസ്പീഷ്യസ് ലുക്കാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ. ഇവിടെ അങ്ങനെയല്ല, എന്തൊരു സുന്ദരമാണെന്ന് പറയും. അവരുടെ ഭാഷ ഒരു അറബി മലയാളമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളോട് സംസാരിക്കുന്ന ഭാഷയിൽ തന്നെ അവരുടെ സ്നേഹം നമുക്ക് കിട്ടും. കുറേ മലയാളം കൊടുത്ത് കുറേ ദ്വീപ് ഭാഷ, രണ്ടും എങ്ങനെ പറഞ്ഞാലും നമുക്ക് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ജനതയാണ് അവിടെ. അപ്പോൾ ഒരു തരത്തിലുള്ള വേലികളോ ഒന്നുമില്ല. കുറേ കടൽ തീരത്ത് കുറേ ചെറിയ വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് അതാരുടെയാണോ ഇതാരുടെയാണോ അങ്ങനെയൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അപ്പോൾ വളരെ സമാധാനപ്രിയരും പറഞ്ഞ മാതിരി എവിടെയും ഒരു നാഷണൽ ക്രൈം ബ്യൂറോൻ്റെ കൂട്ടത്തിൽ ഒരു കൊലയാളികളോ മറ്റെന്തിയോ കൊലയാളി പോയിട്ട് അവർ ഒരു തരത്തിലുള്ള ജയിലിൻ്റെയും പോലും അവിടെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? അങ്ങനെയാണ് അവിടുത്തെ സമൂഹം. അപ്പോൾ ഈ ക്രൈം ബ്യൂറോൻ്റെ കണക്കനുസരിച്ച് ഒരു ക്രൈം അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ കാലങ്ങളായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ജനത ഭരിക്കുന്ന, അപ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഒരുപക്ഷെ സാഹിത്യവും ഇതൊന്നും അവർക്ക് പ്രാപ്യമായിരുന്നില്ല. മാത്രമല്ല അവർക്ക് അത് അറിയാമായിരുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ മാതിരി കോലോട്ടം അത് വേറെ. ഈ അവിടുത്തെ ജനത ഈ ഗതി മാറി വീശുന്ന കാറ്റിന് നമുക്ക് എതിരായിട്ട് നമ്മൾ സുഗമമായി സഞ്ചരിക്കുമ്പോൾ ഒരു എതിരായിട്ട് വരുന്ന കാറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് കാറ്റിൻ്റെ ഗതിയോടുകൂടി നമ്മുടെ കപ്പലിനെ തിരിച്ചു വിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക. അതിൽ വളരെ പ്രഗത്ഭരാണ് അവിടുത്തെ ആൾക്കാർ. അതിൻ്റെ പേരാണ് കോശോട്ടം എന്ന് പറയുന്നത്. കോശോട്ടം എന്ന് പറയുന്നത് ചെറിയ കപ്പൽ, അല്ല ചെറിയൊരു ബോട്ട്, അതിലൂടെ പക്ഷെ അവർ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തും. അങ്ങനെയാണ് അവർ അതിൽ പ്രഗത്ഭരാണ്. എങ്ങനെയാണ് കാറ്റിനെതിരായിട്ട് അവരുടെ അത് കൊണ്ടുപോകുക എന്നുള്ളത്. അങ്ങനെയുള്ള ജനങ്ങളാണ്. ആ ജനങ്ങളുടെ പച്ചയായ കഥകൾ എങ്ങനെയാണ് അവർ എന്ന് ജീവിക്കുന്നത്, അവരുടെ സംസ്കാരം എല്ലാം വളരെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു നോവലാണ് ഇദ്ദേഹത്തിൻ്റെ കോലാട്ട് എന്ന്. ഒരു പക്ഷേ മലയാളികൾക്ക് കൂടുതൽ അവരെ പരിചയപ്പെടുത്തിയിരുന്നത് ഇദ്ദേഹം ആദ്യം എഴുതിയ ഒരു നോവലിലൂടെയാണെന്ന് നമുക്ക് പറയാം.
പക്ഷേ ഇത്തരം സാഹിത്യകാരന്മാർ എത്രയുണ്ടെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് സാഹിത്യകാരന്മാരുടെ പേര് നമുക്ക് പറയാൻ കഴിയുമോ? കേരളത്തിൽ പറ്റില്ല. മലയാള സാഹിത്യം അത്രയൊക്കെ. പക്ഷേ എനിക്ക് ഏറ്റവും അതിൽ ഒരു സാഹിത്യകാരനാണ് ഒരു പക്ഷേ ഇദ്ദേഹം. എത്ര ആൾക്കാർ താങ്കളുടെ ഈ നോവൽ അവിടെ വായിക്കുന്നുണ്ട്? ഉണ്ടായിരുന്നു. ഇപ്പോൾ വായിക്കാൻ തുടങ്ങിയല്ലേ, ഭാഷ അവർക്ക് മനസ്സിലായി തുടങ്ങി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കഥ ഇവിടെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു സാഹിത്യകാരൻ അവിടെ ഉണ്ടാവുക, അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് എഴുതാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അതിൽ നമ്മളെ എത്ര സാഹിത്യകാരന്മാർ അവിടുത്തെ സംസ്കാരം പഠിച്ച് അവരുടെ കൃതികളിൽ ഒരു ലക്ഷദ്വീപിൻ്റെ ചരിത്രം ഒക്കെ പ്രതിപാദിച്ചിട്ടുള്ളത് വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അങ്ങനെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. നമ്മൾ ഉടനെ തന്നെ നമ്മൾ സാഹിത്യ കൃതികൾ എഴുതുമ്പോൾ നമ്മുടെ മനസ്സ് ഉടനെ പോകുന്നത് നമ്മൾ ഗ്രീക്ക് സാഹിത്യകാരന്മാർ അവരെയാണ് നമ്മൾ ഉടനെ പ്രതിപാദിക്കുന്നത്. നമുക്ക് ആംഗലേയ സാഹിത്യത്തെ പ്രതിപാദിക്കാതെ ഒന്നും എഴുതാനും പറ്റില്ല, ചിന്തിക്കാനും പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ. പക്ഷേ നമ്മുടെ അടുത്ത് കിടക്കുന്ന ഈ ലക്ഷദ്വീപ് നമ്മളതിനെ മനസ്സിലാക്കുക, അവിടുത്തെ ജനങ്ങൾ അവരുടെ ചിന്താഗതികൾ ഇത് മനസ്സിലാക്കിയിട്ട് വളരെ കൃത്യതയോടെ അവർക്ക് വേണ്ടിയിട്ട് നമ്മളിൽ അവതരിപ്പിച്ച ഒരു സാഹിത്യകാരനാണ് ഇദ്ദേഹം. അപ്പോൾ അത് വലിയൊരു കാര്യമാണ് അത്തരം കാര്യത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഈ 10 ദ്വീപുകളിൽ വളരെ സമാധാനപ്രിയരായിട്ട് ജനങ്ങൾ വസിക്കുന്നു. വല്ലപ്പോഴൊക്കെ നമ്മളെപ്പോലെ വൻകരയിൽ നിന്നുള്ള ആൾക്കാരുടെ ഒരു സന്ദർശനം അവർ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്ക് സന്തോഷമേ ഉണ്ടാവുള്ളൂ അത്തരം കാര്യങ്ങൾ. അവർ സാധാരണ ജനങ്ങളാണ്. തേങ്ങ, പിന്നെ മത്സ്യബന്ധനം, അതിൽ ഏറ്റവും പ്രസിദ്ധമായത് ചൂണ. അതായത് ലോകപ്രസിദ്ധമായിരിക്കുകയാണ് അല്ലേ ചൂണ മത്സ്യം. അത് നമ്മുടെ അയില, മത്തി ഇതിനെക്കാട്ടിലൊക്കെ വളരെ വേരുകെട്ടായിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡായിട്ട് മാറിയിരിക്കുകയാണ് അല്ലേ ചൂണ മത്സ്യം. അങ്ങനെയായിരിക്കണം അത്ര ലക്ഷദ്വീപിൽ. അപ്പോൾ അങ്ങനെ അതാണ് അവരുടെ ഏറ്റവും ജീവിതമാർഗം, അതാണ്. അപ്പോൾ അവിടെ അതിന് സംസ്കരിക്കാനുള്ള അവർക്ക് അതാണ് സമയം കിട്ടുന്നത്. ഇത്രയൊക്കെ പറഞ്ഞാലും എന്താണ് ഈ സാഹിത്യ ബന്ധമായിട്ടുള്ള അവർ ഇതുണ്ടാക്കി ലക്ഷദ്വീപ് എവിടെ നിന്നാണ് കൂടുതലും ഒരു തരത്തിൽ പറയുന്നത് കേരളത്തിൽ നിന്നുള്ള കുറേ ആൾക്കാർ കുടിയേറിപ്പടുത്താണെന്നുള്ളത്. അതല്ല, ഇപ്പം മറ്റൊരു കൃതിയിൽ പറയുന്നത് ജിദ്ദയിൽ നിന്ന് ഒരു സൂഫി വര്യൻ കടൽ വഴി എത്തി, അറബിക്കടലിൽ എത്തിയപ്പോൾ ഈ സ്ഥലം കണ്ടു. വളരെ സുന്ദരമായ ഈ ഭൂപ്രകൃതിയിലുള്ള സ്ഥലം കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി, അദ്ദേഹം ഒരു തസ്ബി മാല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു തസ്ബി മാലയുണ്ടായിരുന്നു. ഈ സുന്ദരമായ പ്രദേശം കണ്ടപ്പോൾ അദ്ദേഹം കൂടെ എറിഞ്ഞു കൊടുത്ത് അദ്ദേഹം യാത്ര തുടർന്നു. തിരിച്ചു വരുമ്പോൾ ഈ മാലയിലെ മുത്തുകളായിട്ടുണ്ടായിരുന്നാണ് ദ്വീപുകളായിട്ടൊക്കെ മാറിയത് എന്ന് പറയുന്നു. അങ്ങനെയാണത് അവിടെ ഒരു ഇതുണ്ടായത്. അതല്ല, പിന്നെ എന്താണ് പേർഷ്യ, അവിടെ നിന്നുള്ള ആൾക്കാരാണ് വന്നതെന്ന് മറ്റൊരു ഇത് പറയുന്നു. ഏതായാലും ലക്ഷദ്വീപ് വളരെ സുന്ദരമായൊരു സ്ഥലമാണ് എന്നുള്ള യാതൊരു സംശയവുമില്ല. അവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ ഇനി അന്നത്തെ കാലം ഇന്ന് കുറച്ചുകൂടി വായനയും ഇതൊക്കെ വന്നപ്പോൾ കുറച്ചുകൂടി മാനസികമായിട്ടുള്ള ചില ചിന്തിക്കാനുള്ള ഒക്കെ പ്രബുദ്ധരാവാൻ തുടങ്ങി. പണ്ട് അവരധികം രാഷ്ട്രീയത്തിലോ ഒന്നും സംസാരിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ അവിടെ 2 രാഷ്ട്രീയ പാർട്ടി. പക്ഷെ ഒരു കാര്യം, ജാതി വ്യവസ്ഥകളും അല്ലെങ്കിൽ അതൊക്കെ ധാരാളം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ജാതി എന്ന് പറയുന്നത് അവിടെയൊക്കെ 100% ട്രൈബൽ കമ്മ്യൂണിറ്റി ആയിട്ടാണ് അംഗീകരിച്ചിട്ടുള്ളത്. ലക്ഷദ്വീപിലെല്ലാം 100% ട്രൈബലാണ്. അപ്പോൾ ഇപ്പോൾ ജാതി വ്യവസ്ഥയൊക്കെ ധാരാളം, അതിൽ തന്നെ ജാതികളുണ്ടല്ലോ, അത് വളരെ കൂടുതലായിട്ടുണ്ട്. അതേപോലെ തന്നെ രാഷ്ട്രീയം കുറച്ചൊക്കെ കടന്നുപോയി. ഇപ്പോൾ PM സയ്യിദ് കോൺഗ്രസ്സുകാരൻ ആയിട്ടുള്ളൊരു നേതാവാണ്. മറ്റത് വേറൊരു KK കോയ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ അവിടുത്തെ ജനങ്ങൾ പറയുന്നത് സയ്യിദിൻ്റെ രക്തം അല്ലെങ്കിൽ കോയയുടെ രക്തം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ ആ രക്തം ഒഴുകുന്ന ആളുകൾ ആ പാർട്ടി വിശ്വസിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും വേണ്ടില്ല. പക്ഷെ അധികമൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരേ സ്ഥലത്ത് 10 തവണ ലോകസഭയിലേക്ക് ഒരാളെ തിരഞ്ഞെടുത്ത ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. അത് PM സയ്യിദ് 10 തവണ
തുടർച്ചയായിട്ട് ഒരു തവണ മാറ്റി അദ്ദേഹം തോറ്റുള്ളൂ. അതെ, ഇപ്പം പിന്നെ വീണ്ടും അദ്ദേഹത്തിൻ്റെ മകനായി അവിടെ. പക്ഷെ അവിടെ ഒരു രാജവാഴ്ചയൊന്നുമല്ല. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഒരാൾ 10 തവണ തിരഞ്ഞെടുക്കപ്പെടുന്നത്? അല്ല, അങ്ങനെയുള്ളൊരു ഇവിടുത്തെ പറയാൻ പറ്റില്ല. ഇവിടുത്തെ ഒരു ചരിത്രമല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഉണ്ടല്ലോ ഒരു ചരിത്രം ഉണ്ടല്ലോ, നിന്നാൽ ജയിക്കുന്നുള്ള കാര്യം, ജയിപ്പിക്കുന്നുള്ള കാര്യം. അവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല. എന്നിട്ട് പോലും ഒരേ ആൾ, അദ്ദേഹം വളരെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയാണ് ആ രാജ്യത്ത്. പക്ഷെ ഇപ്പോൾ പക്ഷേ ഇപ്പോൾ ഈ ഹുസൈൻ ഇപ്പോൾ അതിനെ കുറിച്ച് ചില കാര്യങ്ങൾ ചിലയിടത്തൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. ഈ ഇപ്പോഴത്തെ അവിടുത്തെ ഏറ്റവും വിഷമമുള്ളൊരു കാര്യം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ജാതി വ്യവസ്ഥ ഇതൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. പക്ഷെ അവർ അതുകൊണ്ട് ക്രൈമിലേക്കൊന്നും അവർ കടന്നിട്ടില്ല. പക്ഷെ ഇത് മാനസികമായിട്ട് അവർക്ക് കൂടുതൽ ഉണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ പോലെ സാഹിത്യകാരന്മാരെ പോലെയുള്ളവർ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് അതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ എന്താ ഇതിന് ഏറ്റവും വലിയ വിഷമം, സമാധാനപരമായി ജീവിച്ചിരുന്ന ഒരു ജനതയാണ്, അവിടുത്തെ ജനങ്ങളാണ്. അവിടെ ഒരു മേൽക്കോയ്മ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്. കേന്ദ്ര ഭരണ പ്രദേശമാണത്. അവർക്കത് കൂടുതൽ കൈവയ്ക്കണം എന്ന് തോന്നി തുടങ്ങി. കാലങ്ങളായിട്ട് അവിടെ കോൺഗ്രസ് പാർട്ടിയാണ് ജയിക്കുന്നത് രാഷ്ട്രീയ വോട്ടിൽ. കോൺഗ്രസ് വിട്ടപ്പോൾ NCP ജനതാദളമൊക്കെ വന്നാൻ തുടങ്ങി. പക്ഷെ അതൊക്കെ വീണ്ടും കോൺഗ്രസ് MP ആണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അതിനാണ് അവിടുത്തെ പറഞ്ഞമാതിരി അവിടുത്തെ ഭൂപ്രകൃതിയും അവിടുത്തെ ജനങ്ങളുടെ മനസ്സും അറിയുന്ന ഒരു ഭരണാധികാരിയാണ് അവർക്ക് ആവശ്യം തീർച്ചയായിട്ടും. പക്ഷെ അതിനൊക്കെ വ്യതിചലിക്കാൻ തുടങ്ങി അവിടെ. ഇപ്പോൾ അവിടെ ഇങ്ങനത്തെ ലഫ്റ്റനന്റ് ഗവർണറോ അഡ്മിനിസ്ട്രേറ്ററാണ് കേന്ദ്ര ഭരണ പ്രദേശം. അവിടെ എപ്പോഴും പുറത്തുനിന്നുള്ള കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരാളെയാണ് എപ്പോഴും അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിക്കുക. അവരൊരിക്കലും അവിടുത്തെ ജനങ്ങളോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് അടുത്ത് കിടക്കുന്നതോ ഒന്നുമല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ഗുജറാത്തുകാരനാണ് അല്ലേ? അദ്ദേഹം കൊണ്ടുവന്ന ചില നിയമങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ആർക്കും അവിടെ ചില പ്രക്ഷോഭണം തന്നെ തുടങ്ങി. ഒരിക്കലും പ്രക്ഷോഭം എന്താണെന്നുള്ളത് അറിയാത്ത ജനങ്ങൾ പ്രക്ഷോഭിക്കാൻ തുടങ്ങി. കാരണം അവിടുത്തെ സ്കൂളിൽ നോൺ വെജിറ്റേറിയൻ പാടില്ല, കഴിക്കാൻ പാടില്ല, ഗോമാംസം. കാരണം എത്രയോ കാലമായിട്ട് ഗോമാംസം കഴിച്ചതെന്നാണ് ഇനി അത് വേണ്ട എന്ന് പറയാൻ. പിന്നെ അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നു സ്കൂളുകൾ, അവിടെ അത് വേണ്ട. ഇന്ന സിലബസിലെ നിങ്ങൾ പഠിക്കാൻ പാടുള്ളൂ. അവർ കേരള ഗവൺമെൻറ്റിൻ്റെ സിലബസാണ് അവർ ഫോളോ ചെയ്തിരുന്നത് ബോർഡിൻ്റെ. ഇപ്പോൾ അതുപോലെ CBSE. അപ്പോൾ എന്ത് പഠിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് നമ്മുടെ വൻകരയിൽ മാത്രമല്ല അവിടെയും അവർ കൊണ്ട് അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. അത് തീർച്ചയായിട്ടും മനസ്സിലെ അതെന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടി അവിടെ പിടിമുറുക്കാനുള്ള ശ്രമമാണ് വരുന്നത്. ആ അഡ്മിനിസ്ട്രേറ്റർ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അദ്ദേഹം ശാന്തനായി എന്ന് തോന്നുന്നു. കാരണം കാര്യങ്ങൾ മനസ്സിലായി, ഇവിടെ പ്രതികരിക്കുന്ന ഒരു ജനത ഉണ്ട് എന്ന് ഇപ്പോൾ ആൾക്ക് മനസ്സിലാക്കി തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ഹുസൈനെ പോലെയുള്ള ഒക്കെ ആൾക്കാർ എഴുത്തിലും ചിലപ്പോൾ ചില യോഗങ്ങൾ പ്രസംഗിക്കലൊക്കെ മനസ്സിലാവുന്ന കാരണം കൊണ്ടായിരിക്കണം ഇപ്പോൾ കുറച്ച് അവിടുന്ന്, പ്രത്യേകിച്ച് ഒരു സിനിമാ സംവിധായിക, അവർക്ക് എന്തൊക്കെ അക്രമങ്ങൾ നേരിടേണ്ടി വന്നു, അവരവിടുന്ന് പോയി എന്നാണ് കേട്ടത് അല്ലേ? എന്തൊക്കെയുണ്ടൊരു സിനിമ പിടിച്ചതിന്, അങ്ങനെയുള്ള പല കാര്യങ്ങളും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പുറത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു ആധിപത്യം അവിടെ ആ ജനങ്ങളുടെ, കാരണം പ്രത്യേകിച്ചാണ്, അതായത് ലക്ഷദ്വീപിലെ ജനത എന്ന് പറഞ്ഞാൽ അവരെ ഒന്നും പഠിപ്പിക്കേണ്ട, അവർ വളരെ ശാന്തമായി ജീവിക്കുന്ന ആൾക്കാരാണ്. അവരുടെ മേൽ ഇത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങും. ഇപ്പോൾ ഒരുപക്ഷെ ഈ സാഹിത്യകാരന്മാർക്ക്, ഇവിടുത്തെ സാഹിത്യകാരന്മാർക്ക് എപ്പോഴും പ്രതികരിക്കാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ. ഒരു സുപ്രഭാതത്തിൽ അവർ പ്രതികരണം നിർത്തി. ഇപ്പോൾ പ്രതികരിക്കില്ല, അവർ എന്തിനും പ്രതികരിക്കില്ല, ആ നിലയിലെത്തി. പണ്ട് ഏറ്റവും കൂടുതൽ ആ കാര്യങ്ങൾ 10-15 പേര് പേപ്പറിൽ ഒപ്പിട്ട് പ്രതികരിച്ചു. ഇപ്പം അങ്ങനത്തെ ഏതെങ്കിലും പ്രതികരണം നിങ്ങൾ കാണുന്നുണ്ടോ? കാണില്ല. അവർ പ്രതികരിക്കുന്നില്ല. പ്രതികരണ ശക്തി നഷ്ടപ്പെട്ടു അവരുടെ കഷ്ടകാലത്തിന്. അത് മറ്റൊരു കാര്യം. അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്, സാഹിത്യത്തിൽ ഇവരെപ്പോലെയുള്ള ആളുകൾ നേരിട്ട് സംവദിച്ച് ആളുകളോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ആ ജനതയ്ക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു അങ്ങനെയുള്ള ബോധം വന്നു തുടങ്ങിയെന്നാണ് തോന്നുന്നത്. ഇപ്പോഴും അനിഷ്ട സംഭവങ്ങളൊന്നും അടുത്ത കാലത്തൊന്നും ലക്ഷദ്വീപിൽ നിന്ന് നമ്മൾ കേട്ടിട്ടില്ല, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല.
എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ചില വികാരങ്ങൾ ഉണ്ടായിരിക്കാം, ചില നീക്കത്തുന്നുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും പ്രകടമായിട്ട് പുറത്തേക്ക് ഇപ്പോൾ വരുന്നില്ല. പക്ഷെ ഇവർക്ക് ആവശ്യം പുറത്തുനിന്നുള്ള ഒരു സഹകരണമാണ് ശരിക്കും. അതിൽ കൂടുതൽ ജനങ്ങളെ ബോധവാന്മാരാക്കാനും ഉള്ള ആൾക്കാർ അവർ കാണുന്നില്ല. വല്ലപ്പോഴും വല്ല മെഡിക്കൽ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിൽ ചേർക്കാനോ കോളേജിൽ ചേർക്കാനോ അവിടുത്തെ അവരാരെങ്കിലും ഇവിടെ വരും, കൊച്ചിയിൽ വരും, 2 ദിവസം താമസിച്ച് അവർ തിരിച്ചു പോകും. അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ പല കോളേജുകളിലും അഡ്മിഷൻ അവർക്കൊരു കോട്ടയ സിസ്റ്റം ഉണ്ട്. അതൊക്കെ വരുന്ന അടുത്ത കുറച്ച് പാരൻസ് ഇവിടെ വരുന്നു, അവർ പോകുന്നു. അവർക്ക് കൂടുതൽ കേരളത്തിലെ ജനങ്ങളായിട്ട് സംവദിക്കാനോ ഒന്നും സമയം അവർക്ക് കിട്ടുന്നില്ല. ഇത് കൂടുതൽ പറഞ്ഞ ഈ കൾച്ചറൽ എക്സ്ചേഞ്ച് അത് വളരെ കുറവാണ്. കേരളവും ലക്ഷദ്വീപും തമ്മിൽ വളരെ കുറവാണ്. തീർച്ചയായിട്ടും സാഹിത്യ ക്യാമ്പുകളായാലും മറ്റെന്ത് ക്യാമ്പുകളായിരുന്നു അല്ലെങ്കിൽ അവരോട് കൂടുതൽ പ്രതിനിധിക്കാനോ സാഹിത്യ ക്യാമ്പുകൾ നടത്താനോ വളരെ കുറവാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മളെപ്പോലെയുള്ള പോലെയുള്ള സാഹിത്യകാരന്മാരോ സാഹിത്യ ക്യാമ്പുകൾ അവരായിട്ട് നടത്തണം. അതിന് തീർച്ചയായിട്ടും അതിനൊരു ആവശ്യം ഉണ്ട്. നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി കഴിഞ്ഞാലും അവർക്ക് ഇങ്ങോട്ട് വരാൻ എളുപ്പമല്ല. പക്ഷെ ഇതന്നെ വലിയൊരു കാര്യമാണത്. കാരണം നമ്മൾ വിചാരിക്കാത്ത, നമ്മൾ കാണാത്ത എന്താണ് അവിടെ നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്തു നിന്ന് ഒരു സാഹിത്യകാരൻ ഇവിടെ വന്നു അവിടുത്തെ കാര്യങ്ങളും സാഹിത്യത്തെക്കുറിച്ചും ഞാൻ അത്ഭുതപ്പെട്ടു. ഇദ്ദേഹം കോട്ട് ചെയ്യുന്ന കേരളത്തിലെ സാഹിത്യകാരന്മാരുടെ പേര് അടക്കം ഇദ്ദേഹം കോട്ട് ചെയ്യുന്നത് ഞാൻ അത്ഭുതപ്പെട്ടു. വളരെ വളരെ നന്നാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ എത്ര ആൾക്കാർക്ക് പ്രസംഗിക്കുമ്പോൾ ലക്ഷദ്വീപിൽ ഈ ഇസ്മത്ത് ഹുസൈൻ്റെ പേര് ആരെങ്കിലും പറയും? ഈ പുസ്തകം ഇറങ്ങിയിട്ട് 6 കൊല്ലം മറ്റേ മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ട് ഇങ്ങനെ ലക്ഷദ്വീപിൽ സാഹിത്യകാരുണ്ട് ഇസ്മത്ത് ഹുസൈനെ കോട്ട് ചെയ്തിട്ട് ഏതെങ്കിലും കേരളത്തിലെ സാഹിത്യകാരന്മാർക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അതേസമയത്ത് ദ്വീപിലൊരു സാഹിത്യകാരൻ ഇവിടെ വന്ന് ഇവിടുത്തെ എല്ലാ സാഹിത്യകാരന്മാരെ കുറിച്ച് അദ്ദേഹം പഠിച്ചു, വളരെ കൃത്യതയോടെ പഠിച്ച് അദ്ദേഹം പറയുന്നു. അതൊരു അത്ഭുതമാണ് തീർച്ചയായിട്ടും. അപ്പോൾ അത്തരം കാര്യങ്ങൾ അപ്പം ഈ സമയത്താണ് നമുക്ക് വീണ്ടും വീണ്ടും ഒരു തരത്തിലുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ വേണം എന്നുള്ളത്. പക്ഷെ മറ്റൊരു സംഘടന അതിനെപ്പറ്റി മുൻകൈയിട്ടിരുന്നില്ല. ഈ കേരള സാഹിത്യ അക്കാദമിക്കൊക്കെ എന്തുകൊണ്ടത് ചെയ്യാം? അപ്പോൾ അവർ വയനാട്ടിൽ ചെയ്യും, അല്ലെങ്കിൽ പുന്നയൂർക്കുളത്ത് ചെയ്യും, അതൊക്കെ ചെയ്യും. പക്ഷേ എന്തുകൊണ്ട് എന്നാൽ ലക്ഷദ്വീപിൽ നമ്മുടെ സാഹിത്യം കുറച്ചുകൂടി ഉണ്ടാക്കുക? ആരെങ്കിലും കൊണ്ടുപോയിട്ട് ഇതേമാതിരി ക്യാമ്പ് സാഹിത്യ അക്കാദമിക്ക് പണമില്ലായല്ല, അവർക്കത് കൊണ്ട് ചെയ്തോളൂ. ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല ലക്ഷദ്വീപിലൊരു ക്യാമ്പ് നടത്തിയായിട്ട് സാഹിത്യ അക്കാദമി ഇല്ല. ഉണ്ടെങ്കിൽ വല്ല കാര്യത്തിനൊക്കെ അബൂബക്കർ സാറൊക്കെ അവിടെ ചെന്നുണ്ടാവും എന്നല്ലാണ്ട് ഒരു ക്യാമ്പ് നടത്തിയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പോയിട്ടില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ഫ്രീ ട്രിപ്പൊക്കെ കിട്ടിയാൽ ആവാറിനല്ലാണ്ട് അതിൽ കൂടുതൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് ചെയ്തുകൂടാ അവർക്ക്? കേരള സാഹിത്യ അക്കാദമിക്ക് ഞങ്ങൾ വയനാട്ടിൽ എപ്പോഴും ക്യാമ്പ് നടത്തുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ബുക്ക് ഫെയർ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ലക്ഷദ്വീപിലൊരു ദിവസം അവർക്ക് പണം ചെയ്യായില്ല? കൊല്ലത്തിൽ ഒരു ക്യാമ്പെങ്കിലും നടത്തട്ടെ. അതെ, അതുകൊണ്ടാണ് നമ്മൾ നടത്തണത്. അതാണ് കാര്യം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ വേണം എന്നുള്ളത്. അതെങ്കിലും നമ്മളെല്ലാത്തിനും ഒരു മാർഗനിർദ്ദേശമായിട്ട് മാറുകയാണ്. അപ്പം തമ്പുരാൻ അങ്ങനെയാണ് നമ്മളത് ഏറ്റെടുത്തിരിക്കുന്നത്. പിന്നെ അതേമാതിരി തന്നെ ലക്ഷദ്വീപിലൊരു സാഹിത്യ ക്യാമ്പ് നടത്തുക, അത് നമ്മൾ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ നീങ്ങുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഇനി ലക്ഷദ്വീപിനെ കുറിച്ച് പറയാൻ സുന്ദരമായൊരു സ്ഥലമാണ്. പിന്നെ മാത്രമല്ല ബാക്കിയുള്ള ഇപ്പോഴത്തെ ഈ അഡ്മിനിസ്ട്രേറ്റർ വേറെ കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഈ 36 ക്യാമ്പിൽ 16 ക്യാമ്പും 26 ദ്വീപും വെറുതെ കിടക്കുകയാണ്. ഇപ്പം അവിടെ എന്ത് ചെയ്യുന്നു? അവർ ഈ കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കുകയാണ്. കോർപ്പറേറ്റുകളെ ഏൽപ്പിച്ച് അവിടെ അത് നടത്തട്ടെ എന്ന്. പക്ഷെ ഇവർക്ക് ജനവാസ കേന്ദ്രങ്ങളല്ലാത്ത ദ്വീപുകളിൽ നടത്തുന്നതിന് അവർക്ക് വലിയ വിഷമം കാണുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ ഫലമായിട്ട് എന്താണ്ടാവുക? ഒരു ബംഗാരം ഇവരുടെയല്ല, ഇവർക്ക് പോകാൻ പറ്റില്ല. ഒരൊറ്റ ആൾക്ക് പോകാൻ പറ്റില്ല. ലക്ഷദ്വീപിലുള്ള ആൾക്ക് അവരുടെ സ്വന്തം ദ്വീപാണ്, പോകാൻ പറ്റില്ല. അവർക്ക് അടച്ചു കെട്ടി കേന്ദ്രഭരണ പ്രദേശമാണ്. അതേസമയത്ത് അവിടുത്തെ കാസിനോ തുടങ്ങിയിട്ടുണ്ടോ? എന്തൊക്കെയോ നടത്തുന്നുണ്ട് അവിടെയൊക്കെ. അതൊക്കെ നടത്തുന്നുണ്ട്. കൊച്ചിയിലത്തെ ഹോട്ടലിൽ നടത്തുന്ന അവരാണ് അത് ചെയ്യുന്നത്. അതിന് ആഗോള ടെൻഡറൊക്കെ വിളിക്കുകയാണ് ഇപ്പോൾ. ലക്ഷദ്വീപിൽ ചില ദ്വീപുകളിൽ ഇതേവരെ പോകാൻ പറ്റാത്ത ദ്വീപുകളിൽ ഞങ്ങൾ അവിടെയല്ലേ ചെയ്യുന്നത്, കോടിക്കണക്കിന് അങ്ങനെ പോകുന്നു അവിടെ. അപ്പോൾ എന്ത് ചെയ്യാനും ഒരു കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് ഇവരെ ബാധിക്കും.
ഇവർക്ക് എന്താ അവിടെ പോയിട്ട് ഒരു ദിവസം അവിടെ വന്ന് എൻ്റെ സ്വന്തം നാട് ഞാനൊന്ന് ആസ്വദിക്കട്ടെ പോകാൻ അനുവാദമില്ല. ഹുസൈന് പോകാൻ പറ്റുമോ ബംഗാരത്തേക്ക്? ഇപ്പോഴും പണ്ടും അങ്ങനെ തന്നെയൊന്നും പുറത്തുള്ള ആൾക്കാർക്കില്ല. പ്രത്യേകിച്ച് ഇതൊക്കെ വേണം. പോകണമെങ്കിൽ കൊച്ചിയിൽ നിന്ന് നമുക്ക് ഒരു ഇത് കിട്ടണം, അത് പോട്ടെ. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നാൽ ബംഗാൾ സന്ദർശിക്കാൻ പ്രത്യേക ഒരു മതം വേണം, അത് പോട്ടെ. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഒരു എവിടേക്കോ ചില കൈ പിടിക്കുന്നുണ്ട്, ലക്ഷദ്വീപിനെ മുറുക്കുന്നുണ്ട് എന്നൊരു വരുന്നുണ്ട്. അത് അവരെ നിലയ്ക്ക് വിട്ടോട്ടെ. അവർ സമാധാനപ്രിയരായിട്ടുള്ള ആൾക്കാരാണ്, അവർ നടത്തട്ടെ. അതിനെന്തിനാണ് നമ്മൾ തലയിടണത്? അത് ചെയ്യുന്നില്ല. അപ്പം അതാണ് പ്രത്യേകിച്ച് ഒരു നോൺ മലയാളി, അവിടുത്തെ അല്ലാത്ത ഒരാൾ അഡ്മിനിസ്ട്രേറ്ററായിട്ട് എപ്പോഴും IAS എത്രയോ വേണ്ട ആൾക്കാരുണ്ട്. അത് നമ്മൾ മലയാളമോ തമിഴ്നാട്ടിനോ കളക്ടറൊക്കെ ആക്കാമെന്നല്ല, അഡ്മിനിസ്ട്രേറ്ററായിട്ട് ആൾ ആരും വയ്ക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഇപ്പോഴും ഉണ്ട് ലക്ഷദ്വീപിൽ. ഞാൻ ഇതായിട്ട് സംസാരിക്കുമ്പോൾ UCK തങ്ങൾ കോൺഗ്രസിൻ്റെ വലിയൊരാളായിരുന്നു, PCC പ്രസിഡന്റ്. സ്നേഹാന്വേഷണം കാണുമ്പോൾ പറയാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ലക്ഷദ്വീപിൽ നിന്ന്. എൻ്റെ ഒരു അമ്മാമൻ ലക്ഷദ്വീപിലായിരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ ആന്ധ്രോപ്പിൽ. അപ്പോൾ എനിക്ക് ചെറിയൊരു ബന്ധം അങ്ങനെ ഉണ്ട്. അവിടുന്ന് വന്ന് വീട്ടിൽ വന്ന് ഉണ്ടായി കുറച്ച് ആൾക്കാർ അവിടുത്തെ തേങ്ങ കൊണ്ടുവന്നു. ആ തേങ്ങ നമ്മുടെ വീട്ടിൽ വെച്ചു. ഇപ്പോഴും ആ തെങ്ങിൽ നിറച്ച് തെങ്ങ്, പക്ഷേ ചെറിയ ചെറിയ തെങ്ങാണെന്ന് മാത്രം, അല്ലേ? അവിടുത്തെ തെങ്ങ് വൃത്തമാരിയല്ല, അതിപ്പോഴും ഉണ്ട്. അപ്പോൾ ലക്ഷദ്വീപ് എന്ന് കേൾക്കുമ്പോൾ എന്തോ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താനുള്ള ഒരു ദ്വീപുമായി നമുക്ക് തോന്നുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒത്തിരി നല്ല ഓർമ്മകളായിട്ട് ലക്ഷദ്വീപിനെ കുറിച്ച് ഞാൻ പറയണം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ പോയി, മന്ത്രിയുടെ കൂടെ പോയി എല്ലാ ദ്വീപുകളും കണ്ടു, അതൊക്കെ ഞാൻ പറഞ്ഞു. അവിടുത്തെ ദ്വീപുകളിൽ മന്ത്രി ഇരുത്തിയ സ്റ്റേജിൽ എന്നെ ഇരുത്തി അവരോട് സംബന്ധിച്ചിട്ടുണ്ട്, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മറ്റൊരു കാര്യം. അപ്പോൾ നമുക്ക് സാഹിത്യപരമായിട്ട് വരുമ്പോൾ പലതും നമ്മളും അവരും കൂടി ചെയ്യാനുണ്ട്. അവിടുത്തെ ജനതയ്ക്ക് അത് ഇഷ്ടമാണ്, അല്ലേ? അങ്ങനെയല്ലേ മനസ്സാവുന്നത് കേരള സാഹിത്യം. അപ്പോൾ അതും നല്ല കാര്യമാണ്. അപ്പോൾ നമ്മൾ പോയിട്ട് ഇനി അതിനൊരു തുടക്കം കുറിക്കണം. നമ്മുടെ സാഹിത്യകാരന്മാർ പോയി സാഹിത്യം എന്താണെന്നുള്ളത് പറയണം. അതിന് നമ്മൾ കാത്തിരിക്കണം.